ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന അനന്തപുരിയിൽ വന്നതിനെ തുടർന്ന് നയന വീണ്ടും അടുക്കളയിലോട്ട് കയറാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കണ്ട് ആദർശിന് നിൽക്കാൻ കഴിയില്ല. കാരണം തൻ്റെ ഭാര്യ തൻ്റെ അമ്മയ്ക്ക് ലിവർ കൊടുത്തതും പോരാ, ഇനി അടുക്കളപ്പണി എന്തെങ്കിലും എടുത്തിട്ട് അവൾക്ക് വല്ല പ്രശ്നങ്ങളും വരുമോ എന്ന ആ പേടി ആദർശിനുള്ളിൽ വരികയാണ് കേട്ടോ. ഇതേ സമയം ഇത് ദേവയാനിക്കുള്ളിലും വരുന്നുണ്ട്. തൻ്റെ മരുമകൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്ന ആ തീരുമാനം ദേവയാനി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും താൻ നയനയെ സ്വീകരിച്ചു എന്ന സത്യം ഇവർ മനസ്സിലാക്കല്ലേ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പാഠം പഠിപ്പിച്ചതിന് ശേഷം എൻ്റെ മരുമകൾ എത്രത്തോളം എനിക്ക് വിലപ്പെട്ടതാണെന്ന് ഇവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഇനി മുന്നോട്ട് പോകുന്നത് തീരുമാനമെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നയന അടുക്കളയിലെ പണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിനിടയ്ക്ക് ഈ പറയുന്ന ജലജ വരുന്നുണ്ട്, ജാനകി വരുന്നുണ്ട്, പിന്നീട് അനാമിക വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടേതായ ഭക്ഷണങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നയന ഇങ്ങനെ അടുക്കളപ്പണി സന്തോഷത്തോടു കൂടി അച്ഛനും അമ്മക്കും മറ്റുള്ളവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. ആ വീട്ടിലെ അടിയും തൊടയും തോപ്പും ഒക്കെ ചെയ്യുന്ന നയന. പക്ഷെ ആരും തന്നെ സഹായിക്കാൻ ചെല്ലുന്നില്ല. ആദർശ് വരുമ്പോൾ കാണുന്ന കാഴ്ച, അനി വരുമ്പോൾ കാണുന്ന കാഴ്ച, അനാമിക മൊബൈൽ എടുത്തിരിക്കുന്നു, മറ്റുള്ളവർ വേറെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നയന മാത്രം ആ വീട്ടിൽ പണി ചെയ്യുന്നു കേട്ടോ. ഇതേ സമയം ആദർശിൻ്റെ അരികിലോട്ട് അനി വരികയാണ്. ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ അനി? നമ്മുടെ ഏട്ടത്തി ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമല്ലോ എന്ന ആ ഒരു സംശയം അനി ആദർശിൻ്റെ ആദർശിനോട് വെട്ടിത്തുറന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം അനിയുടെ സംസാരം യാദൃശികമായി ദേവയാനി കേൾക്കണം. കാരണം ദേവയാനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒളിച്ചും പാത്തുള്ള നിരീക്ഷണങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ ദേവയാനി ഇങ്ങനെ മാറി നിന്ന് കേൾക്കാണ്. അപ്പോൾ ഉടൻ തന്നെ അനി പറയാണ്, ഏട്ടത്തിക്ക് എന്തെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ അസുഖം വരും. ഏട്ടത്തിക്ക് സന്തോഷമാണ് തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ വീട്ടിലുള്ളവർക്കും എത്ര ദ്രോഹം ചെയ്താലും അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏട്ടത്തിയുടെ സന്തോഷമാണ്. പക്ഷേ അതൊന്നും തിരികെ കിട്ടാനല്ല. പക്ഷേ ഏട്ടത്തിക്ക് ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഏട്ടത്തിയെ മുതലെടുത്ത് ഓരോന്നും ചെയ്യിപ്പിച്ചും ഏട്ടത്തിക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ ആദർശേട്ടൻ അത് താങ്ങുമോ എന്ന് ചോദിക്കേണ്ടിട്ടോ. ഇതേ സമയം അനിയുടെ ആ വാക്കുകൾ ആദർശിൻ്റെ ഉള്ളിൽ വലിയ വിള്ളലായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണം, ഞാൻ എങ്ങനെ ഇപ്പോൾ അത് വെട്ടി തുറന്ന് പറയും? അമ്മക്കൊക്കെ ആണെങ്കിൽ അവളെ ഇവിടെ നിർത്താം, പക്ഷേ അവൾ പണിയെടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ വീണ്ടും അതിൻ്റെ പിറകെ നടക്കണം. നയനയോട് പണി ചെയ്യരുതെന്ന് പറയാനും കഴിയില്ല, അത് അവൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എന്താ വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയണേ, ഏട്ടാ ഞാനൊരു വഴി പറയാം, അത് ഏട്ടൻ അങ്ങ് നിറവേറാൻ എനിക്കൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറയാം കേട്ടോ. പക്ഷേ ഇതേ സമയം അനാമികയും രേവതി വഴി പോവാണ്. അങ്ങനെ അവർ മാറി നിന്ന് കേൾക്കണം കേട്ടോ. പക്ഷെ ആ സമയം തന്നെ ജലജയും അപ്പുറത്തുനിന്ന് മാറി നിന്ന് കേൾക്കണം കേട്ടോ. അങ്ങനെ വേറൊരു വഴി ജാനകിയും പോകുന്നുണ്ട്. അവരും ഇത് കേൾക്കാൻ ഇടയാവാൻ കേട്ടോ. അവരുടെ സംസാരം എന്താ ഇവൻ ഇത്ര വല്ലാതെ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ദേവയാനിയും കൂടി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ദേവയാനിയുടെ കണ്ണിൽ ഇവരെല്ലാവരും മാറി നിന്ന് കേൾക്കുന്നത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അനി പറയാണ്, ഏട്ടാ ഞാനൊരു കാര്യം പറയാം, ഏട്ടത്തിക്ക് നന്നായി ഡിസൈൻ വരയ്ക്കാൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ ഒരു ഡിസൈനറേയും ആവശ്യമുണ്ട്. ഏത് ഡിസൈനർ വന്നാലും ഏട്ടത്തിയോളം വരില്ല ഒരു ഡിസൈനും. അതുകൊണ്ട് തന്നെ ഏട്ടത്തി വരയ്ക്കുന്ന ആ ഒരു ഡിസൈൻ നമുക്ക് എത്ര നേട്ടങ്ങളാണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. അത് കേൾക്കുന്ന ദേവയാനിയുടെ കണ്ണുകൾ നിറയാണ് കേട്ടോ. സന്തോഷം കൊണ്ട് ഇത്രയും നാളും താൻ അംഗീകരിക്കാത്ത കാര്യങ്ങൾ തൻ്റെ മുന്നിൽ കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ആ മനസ്സ് ദേവയാനിക്ക് വന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ ദേവയാനി ഇതിങ്ങനെ കേൾക്കണം. അപ്പോൾ ഉടൻ തന്നെ അനി പറയണേ, ഏട്ടാ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നീ പറയുന്നത് എന്താണെങ്കിലും പെട്ടെന്ന് പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ, നമ്മുടെ ഏട്ടത്തിയെ നമ്മുടെ കമ്പനിയിലുള്ള ഒരു ഡിസൈനറായിട്ട് അങ്ങ് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആദർശ് പറഞ്ഞ, അയ്യോ അതൊന്നും നടക്കില്ല. കാരണം ഞാനിപ്പോൾ ഈ ആവശ്യവുമായി അമ്മക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തീർച്ചയായും എന്നെ എന്തെങ്കിലും കുറ്റപ്പെടുത്തും. പിന്നെ അതുമാത്രമല്ല അമ്മ സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് നയനെ കൊണ്ടുവന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോഴും ഉള്ളിൽ വെറുപ്പുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. ഇതേ സമയം ഉടൻ തന്നെ അവിടെ പറയണേ, ഞാനൊരു പണി പറയാം, അതുപോലെ ഏട്ടൻ ചെയ്താൽ മതി. എല്ലാവരും ഇപ്പോൾ ഉച്ചയൂണിന് ഇരിക്കുമല്ലോ, ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞ് ഏട്ടത്തി ആ കമ്പനിയിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി ഞാൻ ചെയ്തേക്കാം. ഇതിനൊപ്പം കൂട്ടായി മുത്തശ്ശനും മുത്തശ്ശിയും ഈ പറയുന്ന ആദർശേട്ടൻ്റെ വല്യച്ഛനും അതുപോലെ തന്നെ നവ്യേച്ചൊക്കെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഏട്ടൻ എനിക്കൊപ്പം നിൽക്കുമോ എന്ന് പറയണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതെ, നമ്മുടെ കമ്പനിയിൽ ഇന്ന ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അതായത് ഒരു കമ്പനിക്ക് വലിയൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസൈൻ
ഡിസൈനർ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നയന എന്ന് പറയണ്ട, പറയാതെ പറയണം എന്ന് പറയട്ടോ. ഓക്കെ ഞാൻ ഏറ്റു എന്ന് പറയട്ടോ. ഇതേ സമയം എടാ കൊച്ചു കള, നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് എന്നോട് വെട്ടിത്തുറന്ന് നീയും നിൻ്റെ അച്ഛനും പറയാത്തോടത്തോളം നിങ്ങളെ ഇങ്ങനെ ഇട്ട് ഞാനും ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ദേവയാനി ചിന്തിക്കുകയാണ് കേട്ടോ. പക്ഷേ രേവതിയും അനാമികയും എൻ്റെ ഭർത്താവാണെങ്കിലും കൂറ് അവളോടാണ് എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ രേവതി പറയുന്നത് ശരിയാണ്, കൂറ് അവളോടാണ്. അവളെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനാണ്, ഇവിടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ യാതൊരു ഇതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ജലജ എൻ്റെ മകൻ ഡിസൈനർ ആയിട്ടും അവന് ആർക്കും വേണ്ട, എല്ലാം നയന 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 ഇങ്ങനെ പോവുകയാണെങ്കിൽ അനന്തപുരി മൊത്തം അവളുടെ തലയിൽ കൊട്ടിവെക്കും. അതുകൊണ്ട് തന്നെ അത് തടയണം എന്നുള്ള തീരുമാനം ഇവിടെ ജലജയും എടുക്കണം കേട്ടോ. ജാനകിയും അതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ മരുമകളെ ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും കൂടി അടുക്കളക്കാരിയാകും. കാരണം ഇവളിപ്പോൾ അടുക്കളയിൽ ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവിയാൻ ഇങ്ങ് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം അനിയും ആദർശവും അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഈ പൊന്തയിലും അവിടെ ഇവിടെയൊക്കെയായി ഒളിച്ചു നിൽക്കുന്നവർ 3 പേരും ഒരുമിച്ച് കൂടാണ്. അപ്പോൾ ഈ സമയം ജാനകിയും ജലജയും ഈ പറയുന്ന അനാമിക ഇങ്ങ് ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു ചമ്മലുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയണേ അമ്മ കേട്ടൂലേ? അപ്പോഴേക്കും ജലജ പറയാൻ ഞാനും കേട്ടു എന്ന് പറയാം കേട്ടോ. ഇതേ സമയം ജാനകി പറയണേ എന്തായാലും എല്ലാവരും കേട്ടല്ലോ. അപ്പോഴേക്കും ജലജ പറയണേ അതെ ഇത് ഈ അനിയുടെ ഒരു പ്ലാനാണ്, അത് ആദർശ് പറഞ്ഞും കൊണ്ട് ചെയ്യാണ്. ഈ പ്ലാൻ നമുക്ക് എങ്ങനെയെങ്കിലും തകർക്കണം. കാര്യം എന്ത് പറഞ്ഞാലും ഈ നയന എന്ന് പറഞ്ഞോളൂ വന്നതിന് ശേഷം അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കണ്ട, വീട്ടിൽ ഒരു പണിയും ചെയ്യേണ്ട, മറ്റത് നേരത്തിന് നല്ലൊരു ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. അപ്പോൾ കേൾക്കുന്ന അനാമിക പറയാ വലിയ സുഖമില്ലെങ്കിലും അവൾ നേരത്തിന് ഉണ്ടാക്കും, അതെങ്കിലും വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ രേവതി ഇങ്ങനെ വിട്ടുന്നുണ്ട് കേട്ടോ. എടി വെറുതെ പറയാതെ അവളുടെ ഭക്ഷണം നല്ല ടേസ്റ്റാണ്, ഞാൻ അവൾ വന്നാൽ പിന്നെ ഇവിടുന്ന് പോകില്ലാന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറയണ്ട. ഇതേസമയം ജാനകി പറയണം ശരിയാണ്, അവളുടെ ഭക്ഷണം കാര്യമായി ടേസ്റ്റ് ഇല്ലെങ്കിലും കറക്റ്റ് സമയത്ത് അവൾ ഉണ്ടാക്കും, അവൾ വീട്ടിലെ പണികളെല്ലാം ചെയ്യും. പിന്നെ അതുമാത്രമല്ല എന്ന് ജലജ പറഞ്ഞിട്ട് പറയണേ അവൾ ഇവിടെ നിന്നും ഇനിയിപ്പോൾ ഒരു ജോലിക്ക് പോവുകയും ചെയ്ത ഇവിടുത്തെ ജോലിക്കാരി ഇനിയിപ്പോൾ ഈ നിൽക്കുന്ന അനാമിക മോളായിരിക്കും, അതിന് ഒരു വിലങ്ങ് തടി ഇടണം ജാനകി എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ അത് ശരിയാണ്. അപ്പോൾ ഇത് ദേവയാനി മറഞ്ഞു നിന്ന് കേട്ടിരിക്കുന്നു. അങ്ങനെ ദേവയാനി എൻ്റെ മരുമകൾക്ക് നേരെ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നതൊന്നും തന്നെ ഇവിടെ നടക്കില്ല എന്ന തീരുമാനമെടുക്കണം കേട്ടോ. അങ്ങനെ അനി നവ്യയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ നവ്യ പറയണേ ഞാൻ ഏറ്റു എന്ന് പറയാം കേട്ടോ. ഇതേ സമയം എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നയന വന്നു. നയന വരുന്നത് കൊണ്ട് തന്നെ നയന ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. എല്ലാവരുടെയും മുഖത്ത് പതിവില്ലാത്ത സന്തോഷം കാണുന്നുണ്ട്. അത് ദേവേനി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ജയം പറയുന്നുണ്ട് അച്ഛന് ഇപ്പോൾ വലിയ സന്തോഷമാണല്ലോ, അച്ഛൻ്റെ മരുമകൾ വന്നതിനാണോ, അച്ഛൻ്റെ കൊച്ചുമരുമകൾ വന്നതിനാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളതുപോലെ പറയണല്ലോ. നയനമോൾ വന്നാൽ ഈ വീടിൻ്റെ മഹാലക്ഷ്മി വന്നു എന്ന അർത്ഥം എന്നിങ്ങനെ പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ വസുന്ധരി അതേ അഭിപ്രായം പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട് ഈ പറയുന്ന അനാമികക്കും മറ്റുള്ളവർ കൂട്ട. പക്ഷെ ദേവയാനിയുടെ ഉള്ളിൽ വളരെ സന്തോഷമാണ്. ഈ സന്തോഷം കാണാനാണ് നിങ്ങൾ എന്ന് എന്നോട് എനിക്ക് ലിവർ തന്ന ആരാണെന്ന് പറയുന്ന അതുവരെയും ഞാൻ നിങ്ങളെ ഇട്ട് പാഠം പഠിപ്പിക്കുമെന്നൊരു തീരുമാനമാണല്ലോ. അങ്ങനെ ഈ സമയം ആദർശം മിണ്ടുന്നില്ല. ആദർശിൻ്റെ മുഖത്ത് മാത്രം ചിരിയും കളിയില്ല. അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്ത് പറ്റിയടാ നിനക്ക്, നിൻ്റെ മുഖത്തൊരു ചിരിയില്ലല്ലോ. ഉടൻ തന്നെ ആദർശിൻ്റെ അച്ഛനും ചോദിക്കുക എന്താടാ നിൻ്റെ മുഖത്ത് ചിരിയില്ലാത്തത്. അപ്പോൾ ഉടൻ തന്നെ ആനി പറയണേ എങ്ങനെ ചിരിയുണ്ടാവും, ഏട്ടന് കമ്പനിയിലെ ചെറിയൊരു പ്രശ്നത്തിലാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയും എന്ത് പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്നും അറിയാതെ നയന ആകെ സങ്കടത്തിലാവാണ്. തൻ്റെ ഭർത്താവിന് കമ്പനിയിലൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ അത് തനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നയന അങ്ങനെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കണം കേട്ടോ. ആദർശേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇതേ സമയം എന്ത് പ്രശ്നം എന്നിങ്ങനെ പറയുമ്പോൾ കണ്ടില്ലേ അവരുടെ ഒരു പ്ലാന് ഒന്നും അറിയാത്തതുപോലെ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ്. പക്ഷേ ഇവിടെ മറ്റുള്ളവരെ കൊടുക്കാനുള്ളതാണ് എന്ന് അനാമികയുടെ അമ്മയോട് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താണ് ആദർശൻ നിനക്ക് പ്രശ്നം. അതെ പുറത്തു നിന്നും വലിയൊരു പ്രൊജക്റ്റ് നമുക്ക് മുന്നിൽ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ അത് സന്തോഷിക്കല്ലേ വേണ്ടത്. വിദേശത്ത് നിന്ന് വരുന്ന ഒരു പ്രൊജക്റ്റ് എന്നൊക്കെ പറയാം. അത് നമ്മൾ എത്രയോ നാളും അങ്ങനത്തെ പ്രൊജക്റ്റിന് കാത്തിരുന്നല്ലോ. അതൊക്കെ ശരിയാണ് അച്ഛാ. പക്ഷെ നമ്മുടെ കമ്പനിയിൽ പണ്ടത്തെ പോലെ നല്ലൊരു ഡിസൈനർ ഇല്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണ ഓ അതിനാണ് ഇപ്പോൾ പഞ്ഞം, നിനക്കിപ്പോൾ എല്ലാ ഡിസൈനും ഇപ്പോൾ വരച്ച് തരുന്നത്. കുറച്ച് കാലമായി നമ്മുടെ വീടിന് വേണ്ടി ഈ തൊഴിൽ ചെയ്യുന്നത് നമ്മുടെ നയനമോളല്ലേ. അപ്പോൾ ഉടൻ തന്നെ അത് ശരിയാണല്ലോ ഏട്ടാ എന്ന് അനി അവിടെ പറയണ്ട. അപ്പോഴേക്കും നവ്യ പറയണേ ശരിയാണ്, നയന ആ കമ്പനിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ രാത്രിയും പകലും ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഡിസൈൻ വരക്കുന്നത് അതത്ര നല്ലതല്ല, നയനക്കും അത് കേടാണ്. അതുകൊണ്ട് തന്നെ നയന ആ കമ്പനിയിലെ ഡിസൈനർ ആയി പോട്ടെ എന്ന്
എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ജാനകി പറയാണ് അതെങ്ങനെ ശരിയാവും, ഈ വീട്ടിലെ അടുക്കളയിലെ പണി ചെയ്യാൻ ആരാ ഉള്ളത്? അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണം എന്താ ജാനകി, നിന്റെ മരുമകൾക്കും ഈ വീട്ടിലെ അടുക്കളപ്പണി ചെയ്തെന്ന് വെച്ച് കയ്യിലെ വളയൊന്നും ഊരിപ്പോവില്ലല്ലോ. അത് കേട്ടോടെ തന്നെ ജലജ അങ്ങനെയല്ല അച്ഛ ഉദ്ദേശിച്ചേ, നീ ഇതിൽ അഭിപ്രായം പറയണ്ട, നിന്നെ കൊണ്ട് ഉപകാരമില്ല, ഉപകാരമുള്ളവരെ കൊണ്ടെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ. നിങ്ങൾക്കിപ്പോൾ ഈ 4 നേരം ഈ മേശയുടെ മുറത്ത് സാധനങ്ങൾ വരുന്നത് ഈ പറയുന്ന നയനമോൾ വന്നതിന് ശേഷം തന്നെയാണ്. ഒരുപാട് മെച്ചങ്ങളാണ് നയനമോൾ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. അത് കേൾക്കുന്ന എല്ലാവർക്കും ദേഷ്യം പിടിക്കുകയാണ്, ഈ പറയുന്ന രേവതിക്കും അനാമികക്കും ഒക്കെ. അപ്പോൾ അനാമിക പറയണേ മുത്തശ്ശ ഇവിടെ ഇപ്പോൾ നയന പോയി കഴിഞ്ഞാൽ വല്യമ്മയുടെ കാര്യമൊക്കെ ആര് നോക്കും? അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണേ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ആ വലിയ പ്രോജക്റ്റിൽ സൈൻ ചെയ്യുകയും ചെയ്തു, എന്നാൽ നല്ലൊരു ഡിസൈനറേയും കിട്ടുന്നില്ല, നയനക്കാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് നയനക്ക് നീ അവിടെ ഡിസൈനർ പോസ്റ്റ് കൊടുക്കേ, എന്താ നയന നിനക്ക് പോകാൻ സമ്മതമില്ലേ? ഇത് കേൾക്കുന്ന നയന പറയാണ് എനിക്ക് ആദർശേട്ടനെ ഹെൽപ്പ് ചെയ്യുന്നതിന് സന്തോഷമുള്ളൂ, പക്ഷേ അത് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ പോകുന്നത്, എനിക്കതിൽ 1 രൂപ പോലും സമ്പാദ്യം വേണ്ട, എൻ്റെ ആദർശേട്ടൻ്റെ സന്തോഷം എന്ത്, അതാണ് എനിക്ക് വേണ്ടത്. ഇത് കേൾക്കുന്ന ദേവയാനി ഞെട്ടിപ്പോണിട്ട് ഈശ്വര ഈ കുട്ടിയുടെ നന്മ ഇത്രയും നാളും താൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന ഭാവത്തിൽ. അപ്പോഴേക്കും അനാമിക ദേവയാനിയുടെ ചെവിയിൽ വന്ന് പറയണേ വല്യമ്മേ അവളുടെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കേട്ടില്ലേ? അപ്പോൾ ദേവയാനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ, തൻ്റെ കരണത്തെ ഒരു അടി കൊടുക്കാനുള്ള ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അവിടെ വീണ്ടും ഇങ്ങനെ നയന പറയാണ് എനിക്കിതിൽ വരുന്നതിൽ സന്തോഷമൊക്കെ ഉള്ളൂ, പക്ഷേ അമ്മയുടെ സമ്മതം കിട്ടിയാൽ മാത്രമാണ് ഞാൻ ആ കമ്പനിയിലെ ഡിസൈനർ പോസ്റ്റ് ഏറ്റെടുക്കുള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാനത് ചെയ്യും, അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് നിൽക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അനി പറയണേ വല്യമ്മക്ക് ഇഷ്ടമാവും, ആദർശേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ നയനേട്ടത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ആദർശേട്ട ഒരു പ്രതിസന്ധിയിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും വല്യമ്മ നയനേട്ടത്തിയെ ഡിസൈനർ പണിക്ക് വിടാതിരിക്കില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനാമിക വിടും ഇപ്പം കാണാം, ഒരിക്കലും അവളെ ചിറക് വെക്കാൻ വല്യമ്മ സമ്മതിക്കില്ല അല്ലേ വല്യമ്മേ എന്നിങ്ങനെ സ്വകാര്യം പറയുമ്പോൾ ദേവയാനി പറയണേ എൻ്റെ മകൻ്റെ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്, എൻ്റെ മകൻ്റെ ആപത്ത് ഘട്ടത്തിൽ ഇവൾക്ക് എൻ്റെ മകനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇവൾ നാളെ മുതൽ ഈ കമ്പനിയിലെ ഡിസൈനർ പോസ്റ്റ് ഇവൾ എടുക്കട്ടെ, ഇവൾ അത് ഏറ്റെടുത്തോളൂ എന്ന് പറയട്ടോ. ഇതേ സമയം ആകെ ഞെട്ടിപ്പോവാണ് ജാനകിയും ജലജയൊക്കെ. അപ്പോൾ ഉടൻ തന്നെ വല്യമ്മ അതെങ്ങനെ ശരിയാവും, ഈ വീട്ടിലെ അടുക്കളപ്പണിയൊക്കെ അതിനിവിടെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഞാനടക്കം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെയ്യണം, നയനക്ക് പറ്റുന്നത് നയന ചെയ്യുമെന്ന് പറയട്ടെ. അപ്പോൾ തന്നെ നയനെ പറയണേ ഞാൻ ഓഫീസിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നിങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവിയാനി തന്നെ നയനയ്ക്ക് ആ വലിയ പോസ്റ്റ് കൊടുക്കുമ്പോൾ അനാമികയുടെ കണ്ണ് തള്ളുകയാണ്, എന്താ ഇവർക്ക് പറ്റിയത്, ഇവർ എല്ലാത്തിനും സമ്മതം മൂളുന്നു, ഇവർക്ക് എന്താ പറ്റിയത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ.